പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം വിശ്വസിച്ച് സ്നാനമേറ്റ ഒരാളെ വീണ്ടും അതേ നാമത്തിൽ തന്നെ സ്നാനപ്പെടുത്തുമ്പോൾ ഈ സ്നാനപ്പെടുന്ന ആൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പ്രത്യേകമായി കിട്ടണ്ടേ? കുറച്ച് വർഷം ആ സ്നാനപ്പെടുത്തുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു വാക്കെങ്കിലും ഒന്ന് ഉച്ചരിച്ച് കേൾപ്പിക്കണ്ടേ? അല്ല, ഷാജി പാസ്റ്റർ പറഞ്ഞത് എങ്ങനെയാണല്ലോ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. കറക്റ്റ് തന്നെ, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അങ്ങ് ഈ പ്രസ്താവന നടത്തിയപ്പോൾ അതിൻ്റെ ആഴം എന്താണെന്ന് ഗ്രഹിച്ചിട്ടാണോ നമുക്കതിലേക്കൊന്ന് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകാം. വേറിട്ട ചിന്തയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരല്പസമയം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ 1 മണിക്കൂറിലധികമായി. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് വിലയേറിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ശ്രമിക്കുന്നവർക്ക് ഇത് വലിയൊരു പഠന വിഷയമായി മാറട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി അദ്ദേഹം പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. തോമസ് കർത്താവായ യേശു സ്വർഗം വിട്ട് സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ മാതൃകയായ ജീവിതം കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച്. കേട്ടല്ലോ, കർത്താവായ യേശു സ്വർഗത്തിലെ സകല മഹിമയും വിടിഞ്ഞു. ഇവിടെ ആദ്യം പറയുന്നത് കർത്താവായ യേശു. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ അത് ചെറുതായി ഒന്ന് സ്പർശിച്ചു പോയി, എങ്കിലും അതിൻ്റെ വിശദീകരണം ഞാൻ കൊടുത്തില്ല. കാരണം വീഡിയോയുടെ ദൈർഘ്യം കൂടിയാൽ ശ്രോതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് ഹ്രസ്വ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആവർത്തിച്ച് കേൾക്കാനോ, ഇതിനകത്ത് പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരെന്നെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നോട്ട് എഴുതാനൊക്കെ ഒരു സഹായമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു, ഇതിൽ 3 സ്ഥാനങ്ങളാണ് ഉള്ളതെന്നാണ് ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. 1 യേശു, 2 ക്രിസ്തു, 3 കർത്താവ്. അത് ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നുവല്ലോ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ യേശുവിൻ്റെ ജനന സമയത്ത് തന്നെ അവിടെ കടന്നു വരുന്ന 2 കൂട്ടരുണ്ട്. 1 നക്ഷത്രം അടയാളമായി കണ്ടുവന്ന വിദ്വാൻമാർ, ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരിക്കണം. കാരണം അവർക്കാണല്ലോ നക്ഷത്രം കണ്ടാൽ അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. 2ാമത് വന്നത് ഇടയന്മാർ. അവർ നക്ഷത്രം കണ്ടല്ല വന്നത്, അവർ ദൂതൻ്റെ വിളംബരം കേട്ടു വന്നതാണ്. അപ്പോൾ നക്ഷത്രം അടയാളമായി കണ്ടുവന്നവർ ആ നക്ഷത്രം ഉദിക്കേണ്ടത് ഒരു രാജാവ് ജനിക്കുമ്പോൾ ആയിരിക്കണമെന്ന് ഗ്രഹിച്ചവർ നേരെ കൊട്ടാരത്തിൽ ചെന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. കൊട്ടാരത്തിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ചോദ്യത്തിൽ 2 കാര്യം ശ്രദ്ധിക്കണം. 1, യഹൂദന്മാരുടെ, സകലരുടെയല്ല, എല്ലാ ഗോത്രക്കാരുടെയുമല്ല, എല്ലാ മനുഷ്യവർഗത്തിൻ്റെയുമല്ല, യഹൂദന്മാരുടെ. അടുത്തത്, രാജാവായി പിറന്നവൻ, രക്ഷകനല്ല, അതായത് വിമോചകനല്ല, പിന്നെ ആരാ? രാജാവ്. ശ്രദ്ധിക്കണം, യഹൂദന്മാർക്ക് ഒരു പ്രത്യേക വർഗത്തിനു വേണ്ടിയുള്ള രാജാവിനെ അന്വേഷിച്ചാണ് വരുന്നത്. അതിൻ്റെ കാരണം യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ യഹോവ ആഹാസിനോട് പറയുമ്പോൾ തങ്ങൾക്ക് ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മടക്കി കൊടുക്കുമെന്നുള്ളതിന് യഹോവ ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞ ആഹാസിനോട് പറഞ്ഞു, നീ എന്നോടൊരു അടയാളം ചോദിക്കുക. ആഹാസ് രാജാവ് പറഞ്ഞു, ഞാൻ അടയാളം ചോദിക്കത്തില്ല. അപ്പോൾ യഹോവ തന്നെ പറഞ്ഞു, ഞാൻ നിനക്കൊരു അടയാളം തരാം. എന്താണ്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതുതന്നെയാണ് ഏറ്റവും വലിയ അടയാളം. ഞാൻ മുൻപ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച്
മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് ഞാനല്ല അവരെ അത് കാണാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ സീരിയലൊക്കെ നടത്തുമ്പോൾ ഒരു ത്രില്ലിങ്ങിൽ കൊണ്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊന്നും കേൾക്കാറില്ല കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞ രീതിയിൽ ജനങ്ങളിൽ എന്തൊരു ആകാംക്ഷ ജനിപ്പിച്ചിട്ട് അവരെ അങ്ങോട്ട് വിടാനാണെന്ന്. അങ്ങനെ വിട്ടിട്ടൊന്നും എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. പഠിക്കാൻ ആവശ്യമുള്ളവർ പോയച്ചാൽ മതി. അങ്ങനെ ഒരാളെ ഞാൻ നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ ആഹാസിനോട് പറയുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ അത് തന്നെയാണ് ഏറ്റവും വലിയ അടയാളം. അതിനു മുൻപോ അതിന് ശേഷമോ നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് പറയാണ് അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. അതിൻ്റെ വിശദീകരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ, ആവർത്തിക്കുന്നില്ല. അവൻ ദൈവമാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്നിട്ട് പറയുന്നു അവൻ്റെ ആധിപത്യത്തിൻ്റെ കാര്യം 9-ാം അധ്യായത്തിൽ പറയുന്നു. അവൻ്റെ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. നിത്യപിതാവ് എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇവർ രണ്ട് പക്ഷമായി വാദിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ വിശദീകരണം ഞാൻ വേറിട്ട് ചിന്തയിൽ ഇടും. അപ്പോൾ 11-ാം അധ്യായത്തിൽ പറയുന്നു അവൻ്റെ പ്രത്യേകത പറയുന്നു. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയും ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയും അവൻ വിധിക്കുകയില്ല. അവൻ ഹൃദയത്തിൽ വിചാരങ്ങളെ തിരിച്ചറിയുന്ന ജ്ഞാനാത്മാവിലുള്ളവനാണ്. പിന്നീട് നമുക്ക് 35-ാം അധ്യായങ്ങളിലൊക്കെ അവൻ്റെ ഭരണകാലത്തെ പ്രത്യേകത പറയുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഇവിടെ യഹൂദന്മാർക്ക് ഒരു രാജാവാണ് വേണ്ടത്. രാജാവിനൊരു രാജ്യം വേണമല്ലോ. ഈ രാജ്യത്തെക്കുറിച്ച് ഞാൻ അടുത്തൊരു ക്ലാസ് ഇടും. ഇവരുടെയൊക്കെ ഈ ഷാജി പാസ്റ്ററുടെ പരസ്യയോഗത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജ്യത്തിൻ്റെ സന്ദേശം. അയ്യോ ദൈവദാസനെ, അതിനുള്ള സമയമായില്ല. അത് നിങ്ങൾക്കുള്ളതല്ല. വചനം പഠിക്കണം, അത് നിങ്ങൾക്കുള്ളതല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അതെന്താണെന്ന് വളരെ വ്യക്തമായി ഈ എളിയ സഹോദരൻ അത് പറയും. പഠിക്കാൻ ആവശ്യമുള്ളവർ അത് പഠിക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം പറയാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതെ, തെളിവ് സഹിതം അങ്ങോട്ട് ഇട്ടു തരും. ശരി, അപ്പോൾ ഇവിടെ യഹൂദന്മാർക്കുള്ള രാജ്യത്തെക്കുറിച്ചും രാജാവിനെക്കുറിച്ചുള്ള ഉറപ്പാണ് ആഹാസിന് കൊടുത്തത്. അതിനുവേണ്ടി കാത്തിരുന്നവർ, അതിന് ക്രിസ്തുവെന്നും മശിഹി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മശിഹി എന്നും ഉള്ള വാക്ക് ബൈബിളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശമരിയ സ്ത്രീ ചെന്നിട്ട് എന്താ പറഞ്ഞേ? ക്രിസ്തു എന്ന് വെച്ചാൽ മശിഹയെ ഞാൻ കണ്ടെത്തി. യേശുവിനെ കണ്ടെത്തി എന്നല്ല പറഞ്ഞേ. യേശു ആരാണ്? യേശു എന്നുള്ള പേരിടാനുള്ള കാരണം എന്താണ്? മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ വരുമ്പോൾ അവൻ അവരുടെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ രക്ഷകനാണ്. അത് തന്നെയാണ് ലൂക്കോസ് പച്ചയ്ക്ക് കൊണ്ടെടുത്ത് പറഞ്ഞ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ, വളച്ചുകെട്ടൊന്നുമില്ലാതെ രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശമരിയ സ്ത്രീ പറഞ്ഞ ക്രിസ്തു എന്ന് വെച്ചാൽ മിശിഹയെ കണ്ടെത്തി. ഇനി യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ശ്രവിച്ച അന്ത്രയോസ്, ഇത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലാണേ. അന്ത്രയോസ് അത് കേട്ടിട്ട്, അതായത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നുള്ള ആ ഒരു പരിചയപ്പെടുത്തൽ കേട്ടപ്പോൾ അന്ത്രയോസ് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. 2 നാളോടെ പാർത്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് തൻ്റെ സഹോദരനായ പത്രോസിനോട് പറഞ്ഞത്, ഞാൻ ക്രിസ്തു എന്ന് വെച്ചാൽ മശിഹയെ കണ്ടെത്തി, നീ വന്ന് കാണ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ അവരെല്ലാം കാത്തിരുന്നത് ആരാ? ക്രിസ്തുവിനെ, മശിഹയെ. ഇവിടെ ജനിച്ചതാരാ? രക്ഷകൻ എന്ന് പറയാം. അപ്പോൾ ജന്മസമയത്ത് വിദ്വാൻമാരെ നക്ഷത്രം കണ്ടു വന്നിട്ട് ചോദിച്ച് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ. എന്നാൽ ദൂതൻ വന്ന് ഇടയന്മാരോട് പറയുമ്പോൾ സകല ജനത്തിനുമുള്ള സന്തോഷം അത് ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നു. സംഭവം മാറിപ്പോയേ. ഇപ്പം സകല ജനത്തിനുമായി. ശ്രദ്ധിച്ചല്ലോ, മനസ്സിലായല്ലോ. ഇടയന്മാർ വന്നപ്പോൾ പറയുന്നത് സകല ജനത്തിനും, വിദ്വാൻമാർ വന്നപ്പോൾ എന്താ പറഞ്ഞേ? യഹൂദന്മാർക്ക്. എന്നിട്ട് അവിടെ പറയാണ് സകല ജനത്തിനുമുള്ള സന്തോഷം. സകല ജനത്തിനുമുള്ള സന്തോഷം. കാരണം രക്ഷയ്ക്ക് അവകാശമില്ലാതെ കിടക്കുന്ന ജാതികളായവർക്ക് രക്ഷയ്ക്കുള്ള മാർഗം തുറക്കുമ്പോൾ അതിൽ യാഗമായി തീരുവാനുള്ള ശരീരം, ആ ശരീരത്തെക്കുറിച്ച് പറഞ്ഞ് വിവരിക്കുന്നുണ്ട്. ആ ശരീരമായവനെയാണ് യേശു എന്ന് പേരിട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? യേശു എന്ന് പേരിട്ടിരിക്കുന്നത്.
ആ യേശുവെന്ന് പേരിട്ടിരിക്കുന്ന ശരീരം മനുഷ്യ വേഷത്തിൽ വന്നതാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഇരുന്നത് എവിടെയാ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവരൂപത്തിലിരുന്നവൻ ആ മഹിമ വെടിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഷാജി പാസ്റ്ററെ, അങ്ങ് സ്നാന സമയത്ത് എന്താ പറഞ്ഞത്? സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞു വന്നവൻ. ആ മഹിമ എന്താണെന്നാണ് അങ്ങ് പഠിപ്പിക്കുന്നത്? വചനം പറയുന്നു ആ മഹിമ ദൈവത്തോടുള്ള സമത്വം ആണെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇല്ലാത്ത സമത്വമാണ് യേശു ക്രിസ്തു ആഗ്രഹിച്ചതെങ്കിൽ ലൂസിഫറിന് ഒപ്പം പാപം ചെയ്തു. ലൂസിഫറിന് കിട്ടിയ അതേ ശിക്ഷ തന്നെ യേശുവിന് കിട്ടണമായിരുന്നു. എന്നാൽ ലൂസിഫർ ഇല്ലാത്തത് ആഗ്രഹിച്ചു, യേശു ഉള്ളത് തന്നെ പറഞ്ഞു. അത് ദൈവത്തിന് അറിയാമേ. ഇനി വേറൊരു കാര്യം പറയാം. ആത്മീയ ലോകത്തിലൊരു കാര്യം കൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാം. നിൽക്കുന്ന ലെവലിന് മുകളിലേക്ക് കാണിച്ച് ജാട കാണിച്ചാൽ അപ്പം മനസ്സായിക്കോണം അവനിൽ ഭരിക്കുന്നത് ലൂസിഫറാണെന്ന്. ആയിരിക്കുന്ന ലെവലിലേക്ക് മുകളിലേക്ക് കയറുന്നവൻ അവൻ ആരാണ്? ലൂസിഫറിനെ പരിചയം. അവൻ ആരുമാകട്ടെ, എത്ര വലിയ പ്രസ്ഥാനം നയിക്കുന്ന ആളുമാകട്ടെ, വന്ന് ഈ ഇരിപ്പ് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, എത്ര വലിയ തകർപ്പം പ്രസംഗം നടത്തിയാലും ആരാണെങ്കിലും ശരി, അപ്പം മനസ്സിലാക്കിക്കോണം സംഭവം മറ്റവനെ കയറിയിരിക്കണമെന്നുള്ളത്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്ന സ്ഥാനം വിട്ട് താഴത്തേക്ക് പോകുന്നതാണ്. അതുകൊണ്ടാണ് ആത്മാവിൻ ഫലങ്ങളിൽ ജാടയുണ്ടോ, വിനയം കൃപയുടെ മുഖമുദ്രയല്ലേ, വിനയം കൃപയുടെ മുഖമുദ്രയല്ലേ, ആത്മാവിൻ ഫലങ്ങളിൽ ജാടയുണ്ടോ. മനസ്സിലാക്കണം, എത്ര വലിയ പ്രസംഗം നടത്തിയാലും ആയിരിക്കുന്ന ലെവലിന് മുകളിലേക്ക് പ്രകടമാക്കിയാൽ ഉള്ളിലിരിക്കുന്നവൻ മറ്റവനാ. അവനാണ് നിന്ന സ്ഥാനത്ത് മുകളിലേക്ക് കയറാൻ ഭാവിച്ചത്. എന്നാൽ വിനയം കൃപയുടെ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോട് തുല്യനായിരുന്നവൻ, അത് വിട്ട് താഴത്തേക്ക് പോന്നവൻ, മനുഷ്യവേഷമെടുത്തവൻ. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു കാര്യത്തിൽ ചേർത്ത് പറയട്ടെ, ഈ ക്രിസ്തുവേശുവിൻ്റെ ഭാവം കാണിച്ചിട്ട് ചെന്നാൽ വലിയ അംഗീകാരമൊന്നും കിട്ടത്തില്ല. അവൻ കഞ്ഞിയാ, അവനിതൊക്കെ മതി എന്നൊരല്പമൊക്കെ ഹെഡ് വെയിറ്റ് കിട്ടി ചെല്ലാവോ. അയ്യോ അതൊക്കെ അതിൻ്റെ വ്യത്യാസം ഞാൻ വിവരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിക്കായി കാണും എന്തിനാ പറയുന്നത്. അപ്പോൾ ഇവിടെ മഹിമ വെടിഞ്ഞു വന്നു എന്ന് പറയുന്നത് അവൻ ദൈവത്തോടുള്ള സമത്വം ഉള്ളവനായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. മനസ്സിലാക്കുക, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ വചനത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരും പ്രേരിപ്പിക്കാനൊന്നുമല്ല, പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു സമയമുള്ളപ്പോൾ പോയി കാണുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ വചനമെന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയാം, ആ വചനമെന്ന് പറയുന്നത് അവൻ്റെ പേരായിരുന്നു. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. ഇനി മലയാളം ബൈബിളിൽ ഇല്ലാത്തതും എന്നാൽ KJV വേർഷനിലുള്ളതുമായ ഒരു വാക്യമാണ്, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. അവിടെയും വചനമെന്നാണ് പറയുന്നത്. ഇത് ഹെരാക്ലീറ്റസ് എന്നിട്ട പേരൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും ധരിച്ചു വയ്ക്കരുത്. അതിൻ്റെയൊക്കെ വിശദീകരണം ഞാൻ വേറെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ആദിയിൽ അവൻ ദൈവമായിരുന്നു. ആയിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥമുണ്ടേ, ഇപ്പോൾ അവൻ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നവൻ അത് ശരീരം, മനുഷ്യനാണ്. ഇവരിതാ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ദൈവപുത്രൻ ദൈവപുത്രൻ തന്നെ പറയുന്നത്. ഞാൻ പറയാം കേട്ടോ, ഇവർ എല്ലായിടത്തും വായിച്ചിട്ട് ദൈവപുത്രൻ എന്ന് മാത്രം പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, യേശുവിനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ കാണാതെയാണ് ഞാനും എന്നെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ വായിച്ചിട്ട് തന്നെയാണ്, അത് കണ്ടിട്ട് തന്നെയാണ്. നിങ്ങൾ ഈ ദൈവപുത്രൻ എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ, മനുഷ്യപുത്രൻ എന്ന് കണ്ടിട്ടുണ്ടോ? മനുഷ്യപുത്രൻ, ദാവീദിൻ്റെ സന്തതി. അപ്പോൾ ഈ തോമാച്ചാനോട് ഷാജി പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, മനുഷ്യൻ്റെ സന്തതി മനുഷ്യൻ, ദൈവത്തിൻ്റെ പുത്രൻ ദൈവം. ഓക്കെ, അപ്പോൾ ഈ ദാവീദിൻ്റെ സന്തതി ആരാ? ദാവീദ് ദൈവമാണോ മനുഷ്യനാണോ? ഷാജി പാസ്റ്റർ ഒരു മറുപടി പറയണേ.
ഞാൻ എൻ്റെ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറഞ്ഞിട്ട് ആരും ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്, ഷാജി പാസ്റ്റർ ജെന്യുവൻ പാസ്റ്ററാണ്, അദ്ദേഹം വചനപ്രകാരം മാത്രമേ പറയത്തുള്ളൂ, അദ്ദേഹം തെറ്റ് പറയത്തില്ല. ഇതാരാ പറഞ്ഞത്? ഷാജി പാസ്റ്റർ അല്ല പറഞ്ഞത്. ഷാജി പാസ്റ്റർ ആണെങ്കിൽ ഞാൻ എന്ന് പറയുമായിരുന്നു. അപ്പോൾ തൻ്റെ ഏതോ ഒരു അനുയായി പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയട്ടെ പ്രിയ സഹോദരൻ, കമൻ്റ് ഇട്ടിരിക്കുന്ന സഹോദരനോട് ചോദിക്കുന്നത്, ഇവിടെ ഒരു ആവറേജ് നിലവാരത്തിൽ പാടുന്ന ഒരു പാട്ടുകാരൻ, ഗാനമേളയ്ക്കൊക്കെ പാടുന്ന, അവരുടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അവർക്ക് ജഡ്ജായിട്ട് ഇരിക്കണമെങ്കിൽ അവർക്ക് തുല്യമായ പാട്ടുകാരെ വയ്ക്കുമോ, അവർക്ക് താഴെയുള്ള പാട്ടുകാരെ വയ്ക്കുമോ, അവരെക്കാൾ ഉന്നത സ്ഥാനത്തേക്കുന്ന പാട്ടുകാരെ വയ്ക്കുമോ ജഡ്ജായിട്ടിരിക്കാൻ? പാടുന്നവരെക്കാൾ അതിൽ ജ്ഞാനമുള്ളവരായിരിക്കണം വിധിക്കുന്നവർ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ തോന്നുന്നു നമ്മുടെ MG ശ്രീകുമാർ സാർ, അതുപോലെ ചിത്ര ചേച്ചി, അതുപോലെ നമ്മുടെ ദാസ് സാറ്, ഇങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് ജഡ്ജായിരിക്കാൻ. കാരണം ഒരാളെ ജഡ്ജ് ചെയ്യുന്നവൻ വിധിക്ക് കീഴായിരിക്കുന്നു അവരെക്കാൾ ഉന്നതനായിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഞാനും ഷാജി പാസ്റ്ററുമായിട്ടുള്ള, അല്ലെങ്കിൽ ഷാജി പാസ്റ്റർ പറഞ്ഞ ആശയത്തെ ഞാൻ ആശയയുദ്ധം നടത്തുമ്പോൾ അതിന് വിധി കൽപ്പിക്കുന്ന ഷാജി പാസ്റ്ററേക്കാളും അറിവുള്ളവനായിരിക്കണം. ആ കമൻ്റ് ഇട്ട വ്യക്തിയോട് ഞാൻ 6 ചോദ്യം കൊണ്ട് ചോദിക്കട്ടെ, ഉരുണ്ട് കളിക്കാതെ മറുപടി പറയണം. ഉരുണ്ട് കളിക്കരുത്, മറുപടി പറയണം. അങ്ങനെ യെസ് എന്നൊരു കമൻ്റ് ഇട്ടിട്ടോ ഞാൻ ചോദ്യം കൊണ്ടിട്ട് തരാം. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഷാജി പാസ്റ്റർ തന്നെ പറഞ്ഞത്, സ്വർഗത്തിലെ മഹിമ വിട്ടു വന്നവൻ. ഏത് മഹിമയാണ് സാർ വിട്ടുപോകുന്നത്? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ചിലരൊക്കെ പറയുമ്പോൾ ദൈവത്തിലായിരുന്നു എന്നല്ല, എന്ന് പറഞ്ഞാൽ യഹോവയിൽ തന്നെയായിരുന്നു. യഹോവയുടെ ഒരു ഭാഗം അങ്ങോട്ട് യേശുവായിട്ട് പോകുന്നതൊന്നുമല്ല വചനം പറയുന്നത്. വചനം പറയുന്നത് ദൈവത്തോട് കൂടെയായിരിക്കണം. കൂടെയായിരിക്കണമെങ്കിൽ വേറെ ഒന്നോടെ ഉണ്ടായിരിക്കണമല്ലോ. അതാരാണ്? ഇപ്പം നിങ്ങളുടെയൊക്കെ ഈ സംശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേവിഡ് അടിമാലി പാസ്റ്റർ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥത്തിൽ 2 ദൈവങ്ങളുണ്ട് അല്ലേ? ഇത് ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ആ ധാരണയിലേക്ക് വരുന്നത്. അതൊക്കെ നമുക്ക് ക്ലിയർ ആവാനുള്ള സമയമുണ്ട്. പക്ഷെ അതല്ല ഇപ്പോഴത്തെ വിഷയം. ഇപ്പോഴത്തെ വിഷയം നമ്മൾ വചനത്തിൽ സ്പഷ്ടമായി കാണുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ സകല സൃഷ്ടിക്കും ആദിജാതൻ. പിന്നെ അത് വെച്ചുകൊണ്ട് ഈ സദൃശവാക്യം 8-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വചനം വെച്ചുകൊണ്ട് യേശു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് ഒരു കൂട്ടരുണ്ട്. എന്നാൽ അവിടെ ഈ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ പ്രതിരൂപം എന്ന് പറയുന്നുണ്ട്. പ്രതിരൂപം അവൻ്റെ പ്രതിമയാണ്, അവൻ്റെ ഇമേജാണ്. നമ്മുടെ ഷാജി സാർ അതിനെക്കുറിച്ചൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. He is the image of invisible God. ഇതെപ്പോഴും നാം മനസ്സിലാക്കണം. ഇതിനു മുമ്പ് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങളെല്ലാം രാവിലെ നിങ്ങളുടെ ഇമേജ് കണ്ടിട്ടല്ലേ വന്നേ? ഇമേജ് അല്ലേ, രൂപം കണ്ടിട്ടല്ലേ വന്നേ? എവിടെയാണ് നിങ്ങൾ കണ്ടേ? കണ്ണാടിയിൽ ഇല്ലേ? കണ്ണാടിയിലാണ് കണ്ടത്. ഇതേപോലെ ഇതാ അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ് ആണ് ആര്? നിങ്ങൾ കണ്ണാടി നിൽക്കുന്നു. വേറെ പേരെന്തുവാ? സിനു. സിനു കണ്ണാടിയുടെ മുമ്പ് നിൽക്കുക. ഒറിജിനൽ സിനു ദേ നിൽക്കണു. പക്ഷെ കണ്ണാടിയിൽ എന്നാ കാണുന്നേ? ഇമേജ്. ആ മനുഷ്യൻ തലയൊന്ന് കുലുക്കിയാൽ തൻ്റെ പ്രതിരൂപത്തിൻ്റെ തലയും അനങ്ങും. ആ മനുഷ്യൻ കണ്ണൊന്നടച്ചാൽ തൻ്റെ പ്രതിരൂപത്തിൻ്റെ കണ്ണും അടയും. താൻ തൻ്റെ കൈയൊന്ന് ഉയർത്തിയാൽ പ്രതിരൂപത്തിൻ്റെ കൈയും അടയും. സാർ, അങ്ങ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥത്തിൽ യഹോവയുടെ പ്രതിരൂപമായിട്ടാണ് യേശു വന്നത് എങ്കിൽ യഹോവ അവിടെ എന്ത് ചെയ്യുന്നു അതിവിടെ നടക്കണം. ഇനി ഈ പ്രതിമയുടെ സപ്പോസ് ഞാൻ അവിടെ നിന്ന് കാണുന്നു എഴുതുക, എനിക്ക് ഈ മനുഷ്യനെ കാണത്തില്ല, പക്ഷെ കണ്ണാടിയിലൂടെ എനിക്ക് കാണാം. ആ മനുഷ്യൻ താനിങ്ങനെ കണ്ണടച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ കണ്ണാടിയിൽ നിൽക്കുന്ന മനുഷ്യൻ, കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ ഇപ്പോൾ കണ്ണടഞ്ഞു കേട്ടോ, കറക്റ്റാ. അടുത്തത് താനിങ്ങനെ ഞെട്ടി. അത് ഞാൻ പ്രതിരൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന മനുഷ്യൻ ഒന്ന് ഞെട്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? അതെ. കാരണം പ്രതിരൂപം എന്ത് കാണിക്കുന്നു അത് തന്നെ ആയിരിക്കണം ആ മനുഷ്യൻ അദ്ദേഹം ചെയ്തത്. ആ മനുഷ്യൻ എന്ത് കാണിക്കുന്നു അത് തന്നെയാണ് പ്രതിരൂപം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പടകിൽ യേശു കിടന്ന് ഉറങ്ങിയപ്പോൾ യഹോവയോട് ഉറങ്ങുകയായിരുന്നോ?
യുക്തിയൊന്നുമല്ല കേട്ടോ. കാരണം കുറേ പാവപ്പെട്ട ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറേ ആളുകളെ നിങ്ങൾ വലിച്ചിഴച്ചുകൊണ്ട് പോയി നാശത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോകുന്ന വേദന കൊണ്ട് പറയുന്നതാണ്. എന്നോട് ആരോ കമന്റ് ഇട്ടിരിക്കുന്നത് പരിഹാസം കൂടി ഇന്ന് പരിഹാസമല്ല. ആരോ പറഞ്ഞിരിക്കുന്ന ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് ദൈവദാസന്മാരെ കളിയാക്കുക. ആ അദ്ദേഹത്തിനെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഷാജി പാസ്റ്ററെ അല്ല കളിയാക്കിയത്, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ. ഷാജി പാസ്റ്ററെ കുറിച്ച് ഞാനൊന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ മാർഗത്തിലൂടെ 100 പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഷാജി പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അനേക പണം ദൈവനാമത്തിൽ ചിലവഴിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന് ഇതിനകത്തോടെ പണം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഷാജി പാസ്റ്ററെ അല്ല കുറ്റം പറയുന്നത്. പ്രിയ കമൻ്റ് ഇട്ട മനുഷ്യ, ഞാൻ ഷാജി പാസ്റ്റർ ഒരു വ്യക്തിയെ കുറ്റം പറയല്ല, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ. ആദ്യം മനസ്സിലാക്കുക, വ്യക്തിയുദ്ധവും ആശയയുദ്ധവും രണ്ടും രണ്ടാണ്. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ. ഇവിടെ ഷാജി പാസ്റ്ററോട് ഞാൻ ചോദിക്കുക, പ്രതിരൂപത്തിൽ കാണുന്ന എന്താണോ അത് തന്നെ ആയിരിക്കണം. ഞാൻ അങ്ങനെ നോക്കി നിന്നപ്പോൾ പ്രതിരൂപത്തിൽ കാണുന്ന അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ പുറത്ത് കുറേ ചുവപ്പ് ചായം വന്നു വീഴുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ മനുഷ്യൻ്റെ ശരീരത്തേക്ക് ആരോ കുറച്ച് ചുവപ്പ് കളർ ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റാണ്, എനിക്ക് അദ്ദേഹത്തെ കാണണ്ട, പക്ഷെ കണ്ണാടി നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ശരിയാണോ? എങ്കിൽ പടകിൽ യേശു കിടന്ന് ഉറങ്ങിയപ്പോൾ യഹോവയോട് ഉറങ്ങുമായിരുന്നോ? യേശു 3 ദിവസം കല്ലറയ്ക്കകത്ത് മരിച്ചു കിടന്നപ്പോൾ യഹോവയോട് മരിച്ചു കിടക്കുകയായിരുന്നു? എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് യഹോവയും യേശുവും രണ്ടും രണ്ടാണെന്ന്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ടാണ്. ഞാൻ വന്നസുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. യഹോവയും യേശുവും രണ്ടും രണ്ടാണ്. അതിന് ഒത്തിരി തെളിവുകളുണ്ട്, ധാരാളം തെളിവുകളുണ്ട്. പുറത്തിറങ്ങി എൻ്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറിന് ഞാൻ കൊടുത്തിരിക്കുന്നതായ വിവരണത്തിൽ ശ്രദ്ധിച്ച് നോക്കുക. ഞാനത് തന്നെ പറയുന്നത്. അപ്പോൾ അതിങ്ങോട്ട് പറയണ്ട. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ പാവപ്പെട്ട കുറേ ആളുകളെ ഒരാശയം പറയട്ടെ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സമാധാനം ഉണ്ടാക്കാനല്ല വാളുണ്ടാക്കാനാണ് വന്നത്, ചിത്തിരമുണ്ടാകും. എനിക്കിപ്പോൾ തോന്നുന്നു, അന്ന് എനിക്ക് മനസ്സിലായില്ല യേശു പറഞ്ഞെന്താന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഈ ഉപദേശക്കാർ വന്നതിന് ശേഷം എത്രയോ കുടുംബങ്ങളിൽ സമാധാനം കെട്ട് ചിത്തിരപ്പെട്ട് അന്യദേവനെ ആരാധിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ കുടുംബമായി സഹോദരങ്ങളെല്ലാം ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനമേറ്റ് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് സന്തോഷത്തോടെ രാത്രിയാകുമ്പോൾ ഒരു പാവിരിച്ച് ഒരു വായിരിരുന്ന് കുടുംബമായി പാട്ടുപാടി പ്രാർത്ഥിച്ചവർ ഇപ്പോൾ അപ്പുറത്തെ മുറിയിലേക്ക് പോകുകയാണ്. എന്തുവാ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് യേശു ദൈവമല്ല. ഇപ്പുറത്തെ മുറി ഇരുന്നുകൊണ്ട് പറയുന്നത് കർത്താവേ എന്നെ രക്ഷിച്ചവനെ, നീ ദൈവമാണ്, നീ കർത്താവാണ്, നീ രക്ഷകനാണെന്ന് അവിടെ പറയുന്നു. ചിത്തിരമുണ്ടായോ കുടുംബത്തിൽ? സമാധാനം കേട്ടോ? കർത്താവെ വാളും കൂടെ വരാതിരിക്കട്ടെ. കാരണം എന്തുവാ? രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി, വേർതിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ വചനമറിയാത്ത പാവപ്പെട്ടവർ, ചില കുരുങ്ങിക്കിടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലായിട്ട് തിരിഞ്ഞു വരട്ടെ. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, ഇവിടെ പ്രതിരൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഞാൻ ഇപ്പോൾ ഈ കൂടെ വിശദീകരിച്ചാൽ അത് നിങ്ങൾക്ക് ചിന്തയ്ക്ക് വേണ്ടി ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ, ചിന്തിക്കുന്നത്. പിന്നെ കുറേ പേർക്ക് കമൻറ്റും കൂടെ ഇടാനുള്ള അവസരം കൂടെ ആയിരിക്കും. അപ്പോൾ ഈ കമൻറ്റ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഈ ആരെങ്കിലും ഒരു വിവരക്കേട് പറയുമ്പോൾ കയറി ലൈക്ക് അടിച്ച് എണ്ണം കൂട്ടിയാൽ ഇത് ഈ നോർത്ത് ഇന്ത്യ നടക്കുന്ന ഇലക്ഷൻ പോലെയൊന്നും അല്ല. ഇത് എങ്ങനെയൊന്നും കുറേ വോട്ട് കള്ളവോട്ടാണല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വോട്ടിൻ്റെ എണ്ണം കാണിച്ചിട്ട് ഇന്നോട് ജയിച്ചെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയല്ല. ഇത് നിങ്ങൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഷാജി പാസ്റ്റർക്ക് പിന്തുണ കൊടുത്താലും സത്യം എപ്പോഴും സത്യമായിട്ട് തന്നെ നിൽക്കും. ഇതിനാരും വോട്ടും ചെയ്യേണ്ട. കാരണം സത്യത്തിന് എന്തിനാണ് പിന്തുണ കൊടുക്കുന്നത്? അസത്യത്തിനല്ലേ താങ്ങി പിടിച്ചത് കേൾക്കുന്ന തള്ളി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, വചനമറിയാത്ത പാവപ്പെട്ടവർ അവരെ വശീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ വെറുതെ ചിന്ത അവരുടെ തലമണ്ട കിടന്ന് കറങ്ങണം. അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കണം. ഇനി ഇവരുടെ ഉപദേശക്കാർ വരുമ്പോൾ എൻ്റെ ഈ വീഡിയോ കേട്ടവർ അവരോട് ചോദിക്കണം, എന്താണ്, ഏത് മഹിമയാണ് വെടിഞ്ഞു വന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, പിതാവേ, ലോക സ്ഥാപനത്തിന് മുൻപേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. അതെന്താണ് മഹത്വം? ആ മഹത്വം വെടിഞ്ഞിട്ടാണ് ദാസരൂപമെടുത്ത് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 8:40 പറയുന്നത്, മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണേ. ആരെ? മനുഷ്യനായവനെ. ഏത്? ഈ ജഡമെടുത്ത് വന്നവൻ. ഇനി ഈ ദാവീദിൻ്റെ സന്തതിയും, അതായത് സൺ ഓഫ് മാൻ ആൻഡ് സൺ ഓഫ് ഗോഡ്, ഞാൻ അതിനെക്കുറിച്ചൊരു വിശദീകരണം പറഞ്ഞിരുന്നു. ദാവീദിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ യേശു എന്ന് പറയുന്ന ആ ജഡമാണ്, ആ ശരീരമാണ്. മറിയയിലൂടെ ജനിച്ചതാണ്.
അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. എനിക്കായി, മനസ്സിലാവുന്നു? അവൻ ലോകത്തിലേക്ക് വരുവാൻ എനിക്കായി. ഈ എനിക്കെന്ന് പറഞ്ഞ ആളാരാ? മനസ്സിലായി കാണുമല്ലോ. ഞാനൊന്നും ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്കായിട്ട് ഒരുക്കിയ ശരീരമാണ് ഈ കാണുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതേ സമയത്ത് ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ ടൗണിലേക്ക് ഒന്ന് പോകണം, വണ്ടിയില്ല. ഉടനെ എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു, പാപ്പയ്ക്ക് ഒരു വണ്ടി ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്, പാപ്പയ്ക്ക് അടിമാലിക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല വണ്ടിയല്ല ഞാൻ, അത് എനിക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ശരീരം ഒരുക്കി, ആ ശരീരം യേശുവാണേ, ആ ശരീരം യേശുവാണ്. ആ യേശു പറയുകയാണ് എനിക്കായി അവൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക, എനിക്ക് ടൗണിലേക്ക് പോകുവാൻ ഒരു വാഹനം ആവശ്യമായി വന്നതുപോലെ തന്നെ സ്വർഗത്തിൽ ദൈവമായിരുന്നവന് മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാരത്തിനു വേണ്ടി യാഗമായി തീരുവാൻ വേണ്ടി ഒരു ശരീരം ആവശ്യമായിരുന്നു. ആ ശരീരം ദൈവം ഒരുക്കിയത്. അത് സ്വർഗത്തിൻ്റെ ശരീരമാണ്. അതിനകത്ത് മറിയയ്ക്കൊന്നും പങ്കൊന്നുമില്ല. മറിയയ്ക്ക് പങ്കുണ്ടെങ്കിൽ യഹോവയെ മറിയേയും കൂടി ഒരുക്കിയ ശരീരം എന്ന് പറയേണ്ടി വരും. അന്ന് നമുക്ക് അവനെ കൊണ്ട് പോകണോ? വേണ്ട, അല്ലേ? വേണ്ട. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദൈവം ഒരുക്കിയ ശരീരം, ആ ശരീരമാണ് ഏത്? യേശു. അതാണ് മനുഷ്യൻ. നിങ്ങൾ അതിനെ കണ്ടിട്ടല്ലേ ദൈവമല്ലെന്ന് പറയുന്നത്? ഞാനും അത് തന്നെ പറയുന്നു. നിങ്ങൾ കണ്ണാല് കണ്ട് ആ ശരീരം ദൈവമല്ല. മനസ്സിലായോ? ഞാനും ഉണ്ടെന്ന് നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് പകുതി വെളിപ്പാടായതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്. വെളിപ്പാടിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം. മനുഷ്യനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എങ്ങനെയാ? മരം പോലെ. എവിടെയാ? മുകളിൽ. മുകളിലല്ലേ ആൾക്കാർ നടക്കുന്നത്. അതും മരം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ യേശു ഒന്നോടം തൊട്ട് കണ്ണു തുറന്നു. ഇപ്പോഴും സ്പഷ്ടമായി കണ്ടു. അപ്പോൾ ഇപ്പോൾ അവരുടെ പകുതിയെ തൊട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ മാത്രം അവർ കണ്ടിട്ടുള്ളൂ. ഇവിടെ മനുഷ്യനായി മറിയയിലൂടെ ജനിച്ച യേശുവിനെ അവർ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മഹത്വം വിട്ടിട്ട് പോകുന്നത് പറയുന്നുണ്ട്. അവർ പറയുമ്പോൾ പറയും സ്വർഗത്തിലെ മഹിമ വിടിഞ്ഞാണ്. പക്ഷെ അതെല്ലാം ചിന്തിക്കുന്നില്ല. നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഫിലിപ്പോസ് ചോദിച്ചതുപോലെ അങ്ങ് പറയുന്നത് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ മനസ്സിലാക്കണം, ഉറയ്ക്കണം, എന്നിട്ട് പഠിപ്പിക്കണം. അല്ലാതെ ഞാൻ ചിന്തിക്കുന്നു യേശു ദൈവമാണ് എന്ന് നമ്മുടെ ചിന്ത പഠിപ്പിക്കാനല്ല. ഇത് വചനം പഠിപ്പിക്കാനാണ്. അനുയായികളെ കേട്ടോണം, വല്ലവരുടെയും ചിന്ത കേട്ടിട്ട് പുറകെ ഇറങ്ങിപ്പോകാനല്ല, വചനം മനസ്സിലാക്കിയിട്ട് ഇറങ്ങിപ്പോകണം. ഞാനങ്ങനെ പലതും ചിന്തിക്കും, ഞാനങ്ങനെ ചിന്തിച്ചൊക്കെ ഇരുന്നത്. മനസ്സിലായോ? ആ ചിന്തയ്ക്ക് എപ്പോഴും മാറ്റം വരാം. പക്ഷെ വചനത്തിന് മാറ്റം വരത്തില്ല. വചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം. അതിന് നമുക്കത് ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ ചിന്തിക്കുന്നത് കേട്ടല്ലോ, ഇല്ലെങ്കിൽ ഒന്ന് കേട്ടു നോക്കിക്കോ. ഇദ്ദേഹത്തിൻ്റെ ചിന്ത നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ എന്താ താമസം. യേശുക്രിസ്തു ദൈവം തന്നെയാണ് എൻ്റെ ചിന്തയിൽ. പക്ഷെ അങ്ങ് പറഞ്ഞത് യേശുക്രിസ്തു ദൈവം അല്ല. അപ്പോൾ എൻ്റെ ചിന്തയിൽ അങ്ങനെയല്ല. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നമ്മുടെ ചിന്ത പഠിപ്പിക്കാനാണോ അതേക്ക് ഇരിക്കുന്നത്? എന്നാൽ വചനത്തിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് പറയാനുള്ള ധൈര്യമുണ്ടായില്ല, ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ ഇതിനകത്തിട്ടിരിക്കുന്ന വീഡിയോയിൽ ഏതൊരു വീഡിയോയുമായിട്ട് ആരും വരട്ടെ. എനിക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ട്. എന്നെ എപ്പോഴും അടിമാലി ആശാൻ എന്ന് വിളിക്കുന്നൊരു ശിഷ്യനുണ്ട്. അദ്ദേഹം ഇത്ര നാളും വചനം കേട്ട് പഠിച്ചിട്ട് ഇപ്പോൾ എന്നോട് പറയും ആശാൻ പോയി പഠിച്ചിട്ട് വരാൻ. നോക്കിക്കേ, ഈ ആശാനിൽ നിന്ന് ഒത്തിരി കാര്യം പഠിച്ചതുകൊണ്ടാണല്ലോ ആശാനെന്ന് വിളിച്ചേ, അല്ലേ? ഇപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ പറയും ആശാൻ ഇനി പോയി പഠിച്ചിട്ട് വരാൻ. ഇല്ല ശിഷ്യ, ആശാൻ പഠിച്ച് തീർന്നിട്ടില്ല, ആശാൻ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കും. ആശാന് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് സംവിധാനം ഉള്ളിടത്തോളം കാലവും ആശാൻ ശ്വസിക്കുന്നിടത്തോളം കാലം ഈ വചനം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ശിഷ്യനത് പഠിക്കുക. അപ്പോൾ ഇവിടെ ഏതു മഹിമയാണ് വെടിഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ യേശു പറയും, ലോകസ്ഥാപനത്തിന് മുൻപേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹിമ. ആ മഹിമയിലേക്കാണ് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൊലോസ്യർ 1:15 പറയുമ്പോൾ അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ. സകല സൃഷ്ടിക്കും ആദ്യജാതൻ. എന്നാൽ അതിൻ്റെ 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ബോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവനാണ്. എന്ത് വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ. ഈ ആദ്യം ജനിച്ചവൻ, അപ്പോൾ മനസ്സിലാക്കുക, യേശുവിൻ്റെ ജനനം ഒന്ന് മറിയയിലൂടെ ജനിച്ച ശരീരത്തിലുള്ള ജനനം,
രണ്ടാമത്തെ ജനനം അവൻ മരിച്ചവരുടെ ഇടിയിൽ നിന്ന് എഴുന്നേറ്റ ജനനമാണ് രണ്ടാമത്തെ ജനനം. ആ ജനനം എന്താണെന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആദ്യ ഫലം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലം, അത് ക്രിസ്തു. ഇവിടെ മറ്റൊരു സബ്ജക്റ്റിലുള്ള ബന്ധത്തിൽ, സഭ എടുക്കപ്പെടുന്ന വിഷയത്തിലുള്ള ബന്ധത്തിൽ 2-ലധികം പുനരുത്ഥാനം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ആദ്യ ഫലം ക്രിസ്തു, അത് മരിച്ചവരിൽ നിന്ന് സ്വർഗീയ ശരീരം പ്രാപിച്ചെഴുന്നേറ്റവരുടെ കാര്യം പറയുന്നത്. ഇനി ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. അപ്പോൾ ഇവിടെ ഇവരുടെയൊക്കെ പഠിപ്പിക്കലനുസരിച്ച് യേശുവിന് 3 ജനനമുണ്ട്. 1, സകല സൃഷ്ടിക്ക് മുൻപ് പിതാവൊന്ന് ജനിപ്പിച്ചു. 2, മറിയയിലൂടെ ഒന്ന് ജനിച്ചു. 3, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ജനനം. എങ്ങനെയുണ്ട് പഠിപ്പിക്കാൻ വ്യാഖ്യാനം? എന്നാൽ ഇവിടെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ജനനം എന്ന് പറയുമ്പോൾ അത് യേശു എന്നുള്ള പേരിലല്ല. രൂപാന്തരപ്പെട്ട് വന്ന യേശു. പക്ഷെ പദവി ഏതാന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവൻ ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി. ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി. കൊന്നതാരെ? യേശുവിനെ. ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനം വായിച്ചു വരുമ്പോൾ അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, അവന് സകല നാമത്തിനു മേലായ നാമം നൽകി. ഈ നാമം ഏതാണ്? യേശു എന്നാ മനസ്സിൽ വന്നല്ലേ? അല്ല. ദുരുപദേശം എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് മൊത്തം ഒന്ന് കേൾക്കണേ. പഠിക്കാനിരിക്കുന്ന ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കേൾക്കണം. ഇവിടെ യേശു എന്ന് പേര് വിളിക്കാനുള്ള കാരണം പറഞ്ഞത് അവൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ ഇവിടെ പറയുന്നത് അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, അതുകൊണ്ട് ഉയർത്തി. അവിടെ രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട്, ഇവിടെ അനുസരിച്ചത് കൊണ്ട്. മനസ്സിലായല്ലോ? എന്നിട്ട് സകല നാമത്തിനും മേലായ നാമം നൽകി. ആ നാമം ഏതാണെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുമ്പോൾ അവൻ മഹാപുരോഹിതനുള്ള പദവി അവൻ സ്വതവേ എടുത്തതല്ല. ആ മഹത്വം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞവൻ കൊടുത്തതത്രേ. ഏത് പദവി? മഹാപുരോഹിതൻ എന്ന പദവി. എന്നിട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരിക, മഹാപുരോഹിതൻ എന്നൊരു നാമവും അവന് ലഭിച്ചു. മഹാപുരോഹിതൻ എന്നൊരു നാമവും അവന് ലഭിച്ചു. അപ്പം അതിനു മുമ്പ് ഏത് നാമം ലഭിച്ചു? യേശു എന്ന്. അതാരട്ടെ? അത് വിളിച്ചത് പുരോഹിതനാണെങ്കിലും നിർദ്ദേശിച്ചത് ദൈവമാണ്. യോസേപ്പിനോ മറിയയ്ക്കോ മറിയയുടെ വീട്ടുകാർക്കോ യോസേപ്പിൻ്റെ വീട്ടുകാർക്കോ ഒന്നും പേരിടാനുള്ള അവകാശം കൊടുത്തില്ല. ആർക്ക്? മരിക്കുവാനുള്ള ശരീരത്തിന്, തകർക്കുവാനുള്ള ശരീരത്തിന് പേരിടാൻ കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് തേജസ്സുള്ള ശരീരത്തിന് പേരിടാനായിട്ട് ഗ്രീക്ക് പണ്ഡിതനായ ഹെരാക്ലീറ്റസിന് അവകാശം കൊടുത്തെന്ന് പറയുന്നത്ര വിഡ്ഢിത്തരം ബൈബിളിൻ്റെ മുമ്പിൽ വേറെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇനി വേറൊരു കാര്യമാണ് കേട്ടോ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. യേശു പറയുന്നു, എൻ്റെ പുതിയ നാമവും, പറയുന്നത് എൻ്റെ പിതാവിൻ്റെ നാമവും, പിതാവിൻ്റെ നഗരമായ യെരുശലേമിൻ്റെ നാമവും, എൻ്റെ പുതിയ നാമവും. ആഹാ, എൻ്റെ പുതിയ നാമം അതെന്താണ്? അതിൻ്റെ കാരണം പറയാം. നമുക്ക് ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ബൈബിളിനകത്ത് എഴുതിയിട്ടുള്ളൂ. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നിലനിൽക്കുവാൻ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗം തുറന്ന അനേക കാര്യങ്ങൾ യോഹന്നാനെ കാണിച്ചു കൊടുത്തു. എന്തിനെന്നറിയാമോ? നാം എന്തിനാണ് പ്രത്യാശിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തത്. അല്ലാതെ ഈ ഒരു പ്രത്യാശ ലോകത്തിൽ വേറെ ഏതെങ്കിലും മതം കൊടുത്തിട്ടുണ്ടോ? നീ വിശ്വസിക്കുന്നതിൻ്റെ പരിണിത ഫലം ഇതാണ്, നീ ഇതെല്ലാം സഹിക്കുന്നത് ഇതിനു വേണ്ടിയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടോ? അത് കാണിച്ചു തന്നില്ല എങ്കിൽ നമ്മളൊക്കെ വെറും പൊട്ടന്മാരായി പോകും. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് കണ്ടതിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കണ്ട് പ്രത്യാശയിൽ കണ്ടിട്ട്, അല്ലാതെ കണ്ണാലെ കണ്ടല്ല, പ്രത്യാശയിൽ കണ്ടിട്ട്. അപ്പോൾ ഇവിടെ ഈ നാമം ഏതാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അത് ദൈവം വെളിപ്പെടുത്തും സമയമാകുമ്പോൾ. ഇവിടെയാണ് വന്നസുകാർ തോറ്റു പോകാൻ പോകുന്നത്. ഇവരിപ്പോൾ യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
ഈ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും ഉന്നതമായില്ല, ശ്രേഷ്ഠമായില്ല. അത് ആകാശത്തിൻ്റെ കീഴേ. കാരണം രക്ഷകൻ എന്നുള്ള നാമം ആകാശത്തിന് മുകളിൽ വേണ്ടല്ലോ. രക്ഷകൻ അവിടെ വേണ്ടല്ലോ. അവിടെ പാപമില്ല, ശാപമില്ല, രോഗമില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ അവിടെ രക്ഷകൻ? എന്നാൽ അവിടെ നമുക്ക് മഹാപുരോഹിതൻ വേണം പിതാവിൻ്റെ മുമ്പിൽ. മനസ്സിലായല്ലോ? രക്ഷകൻ അവിടെ വേണ്ട, മഹാപുരോഹിതൻ വേണം. അതിൻ്റെ കാരണം യഹോവ സ്വർഗത്തില. ആ യഹോവയുടെ മുമ്പിൽ നിന്ന് വേണം മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സകല സൃഷ്ടിക്കും ആദ്യജാതൻ. ഈ സകല സൃഷ്ടി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആദിയിലാണോ? ആ ആദിയിൽ അവൻ ദൈവമായിരുന്നേ. യോഹന്നാൻ അതല്ലേ പറയുന്നത്? നിങ്ങൾ പറയുന്ന ആദിയിൽ അവൻ ദൈവമായിരുന്നു, പിന്നെ അങ്ങനെ സൃഷ്ടിയാകും? ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് സൃഷ്ടികർത്താവായിരിക്കാൻ പറ്റുമോ? ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി ഒരാളെ സൃഷ്ടിച്ചത് എന്തിനാ? കാരണം അത് പറയാൻ കാരണം സകലതും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. നോക്കണേ, യഹോവ ഈ പ്രപഞ്ചവും സകലതും സൃഷ്ടിക്കാൻ വേണ്ടി വേറൊരു സൃഷ്ടാവിനെ സൃഷ്ടിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി എന്ന നിലയിൽ നമ്മുടെ സൃഷ്ടാവാരാ? ദൈവമാണോ? ഷാജി പാസ്റ്ററെ, സകലതും അവൻ മുഖാന്തരമുള്ളതായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ആരെ? യേശുവിനെ കൂടാതെ. ആ യേശുവിനെ ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ഇപ്പം നമ്മുടെ സൃഷ്ടാവാരാ? ഞാനൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ. ഇവിടെ കേരളത്തിലെ പാലം പണിയാനായി ഉദാഹരണം മത്തായി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. അദ്ദേഹം അവിടെ ഒരു 10-15 ആളുകളെ പാലം പണിയാനായിട്ട് അവരെ ഏൽപ്പിച്ചു. അവർ പാലം പണിതു. സത്യത്തിൽ പാലം പണിതാരാ? മത്തായി എന്ന് പറയുന്ന ചേട്ടനാണോ? അവിടെയുള്ള 15 മേസ്ത്രിമാരാണ് പണിത്? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? മനസ്സിലാക്കി? ചിന്ത മനസ്സിലായല്ലോ അല്ലേ? യഹോവ യേശുവിനെ സൃഷ്ടിച്ചു, യേശു നമ്മളെ സൃഷ്ടിച്ചു. പാലം സൃഷ്ടിച്ചത് ആരുടെ കയ്യാലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 പേരുടെ. മത്തായി ചേട്ടൻ്റെ ഒരു കയ്യും അതിനകത്ത് കൂടിയിട്ടില്ല. പക്ഷെ പേര് വരുമ്പോൾ മത്തായി ചേട്ടൻ പണിത പാലം. ശരിയാണോ? സർക്കാർ ഈ പാലത്തിനൊരു ഡാമേജ് പറ്റിയാൽ ഈ മേസ്ത്രിമാരോടല്ല ചോദിക്കുന്നത് ആരോടാ? മത്തായി ചേട്ടനോട്. കാരണം മത്തായി ചേട്ടൻ പണിത പാലം. പണിതതാരാ? നിങ്ങൾ പറ, യഹോവയാണോ സൃഷ്ടിച്ചത്? യേശു. നിങ്ങൾ പറയുന്നത് യഹോവയാണോ സൃഷ്ടിച്ചത്? യേശുവാണോ സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചവും ഇതിനകത്തുള്ള സകലതും എന്ന് പറഞ്ഞാൽ ദൈവമാണോ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ കുഞ്ഞാണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ കമൻറ്റിലിട്ടിരിക്കുകയാണ്, കുട്ടി ദൈവമാണെന്ന് ഷാജി പാസ്റ്റർ പറഞ്ഞിട്ടില്ലോ എന്ന്. നോക്ക് എൻ്റെ പൊന്ന് സഹോദര, എന്ന് കേട്ടു നോക്ക്. എന്താ പറയുന്നത്? യേശു ദൈവമാണ്, പക്ഷെ സർവശക്തനായ യഹോവയുടെ ഒപ്പമുള്ള ദൈവമല്ല. ഇതിന് പിന്നെ എന്തോന്നാണ് പേരിടുന്നത്? അതുകൊണ്ടാണ് ഞാൻ 1.5 ദൈവം എന്ന് പറഞ്ഞത്. ഇതിന് കുട്ടി ദൈവമെന്ന് അദ്ദേഹം പറയണ്ട, കേൾക്കുന്നവർക്കറിയാം കുട്ടി ദൈവമാണ്. കുട്ടി ദൈവമാണെന്നല്ല, കുട്ടി ദൈവം. ഇനി അങ്ങനെ വിചാരിക്കരുത്. കുട്ടി ദൈവമാണെന്നല്ല പറഞ്ഞത്, കുട്ടി ദൈവം എന്നാൽ കൊച്ചു ദൈവം. ദൈവത്തിൻ്റെ കൊച്ചു നമ്മളെ കൊച്ചു മനുഷ്യനെന്നൊക്കെ വിളിക്കാറില്ലേ? വിളിക്കും. കുഞ്ഞു മനുഷ്യനാണ്, കുഞ്ഞു മനുഷ്യനെന്നൊക്കെ സ്നേഹത്തിൽ നമ്മൾ വിളിക്കാറില്ലേ എന്നതുപോലെ. അപ്പോൾ ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരുന്ന സകല സൃഷ്ടിക്കും ആദിജാതനെന്ന് പറഞ്ഞാൽ മനുഷ്യരെ ദൈവം ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലോ, വീണു പോകുമെന്നറിയാം. അവരെ വീണ്ടെടുക്കാനായി ഒരുവനെ നിയോഗപ്പെടുത്തി മാറ്റി നിർത്തിയത്. ആ നിയോഗത്തിനാണ് ഇവിടെ ജന്മമെന്ന് പറയുന്നത്, ജനനമെന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്നാൽ യഥാർത്ഥമായി യേശു ജനിക്കുന്ന മറിയിലൂടെ. അവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി. ആ ക്രിസ്തു എന്നുള്ള പദവിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവൻ ആരാകും? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത്, എനിക്ക് ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഉയർത്തി എപ്പോഴാണ്? അപ്പോസ്തലപ്രവൃത്തി 2:36. മരിച്ച യേശുവിനെ ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി. അതിലെ ക്രിസ്തു എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവൻ കർത്താവ് എന്നുള്ള പദവിയിലേക്ക് വരും. നല്ല കമൻറ്റുകൾ വന്നാൽ നമുക്കത് പരിഗണിക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാക്കും പോലെയല്ല, നല്ല ആശയങ്ങൾ സംഭാവന ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ അത് അംഗീകരിക്കണം. ഇവിടെ ഒരു സഹോദരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പാസ്റ്റർ പറയുന്ന പോലെ ആയാൽ
അതായത് പിതാവും പുത്രനും തുല്യനാണെങ്കിൽ, ഒരേ ലെവലിൽ ആണെങ്കിൽ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനത്തിൽ വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപമാകണം. നല്ല ആശയമാണ്. വചനം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ, ആ നല്ല ചോദ്യത്തിന് ആദ്യം ഞാൻ ഒരു അഭിനന്ദനം തരികയാണ്. നമുക്കതിൻ്റെ ആ ചോദിച്ച ചോദ്യത്തിൽ കിടക്കാം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതായ നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപം ആകുക ആണെങ്കിൽ, പിതാവും ക്രിസ്തുവും ഒരേ ലെവലിലാണെങ്കിൽ നമ്മൾ ആർക്ക് തുല്യനായി? പിതാവിന് തുല്യനായി. കറക്റ്റ്. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? എ ബിക്ക് സമമാണ്, ബി സിക്ക് സമമാണ്. അങ്ങനെയെങ്കിൽ എ സിക്ക് സമമാകണം. കാരണം അത് മൂന്നും തുല്യമാണ്. ആ തിയറി വെച്ച് ഇദ്ദേഹം ചോദിച്ച ചോദ്യം ശരിയാണ്. ക്രിസ്തുവും പിതാവും ഒരേ ലെവലിലാണെങ്കിൽ നാമും ക്രിസ്തുവിനോട് അനുരൂപമാകുമ്പോൾ നമ്മൾ പിതാവിന് തുല്യമല്ലേ? ഇതാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് അനുരൂപമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കഷ്ടം സഹിക്കുന്ന കാര്യത്തോട് പറയുന്നുണ്ട്. ക്രിസ്തു അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. 2 റോമർ 6 വരുമ്പോൾ അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇത് തന്നെയാണ്. പാപസംബന്ധമായി മരിച്ച് വെള്ളത്തിൽ അടക്കി പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു. യേശു മരിച്ചു 3 ദിവസം കല്ലറയിൽ കിടന്ന് ക്രിസ്തുവും കർത്താവുമായി ഉയർത്ത് എഴുന്നേറ്റതുപോലെ, തേജസ്കരിക്കപ്പെട്ട ശരീരമായി ഉയർത്തെഴുന്നേറ്റതുപോലെ അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാനാണ് ഇതിനകത്ത് 3 കാര്യങ്ങൾ. 1 പാപസംബന്ധമായ മരണം, 2 നിമജ്ജനം ചെയ്യുക, 3 പൊങ്ങി വരിക. ഒരു യുക്തിപരമായ ചോദ്യം വരും, യേശു 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ എഴുന്നേറ്റത്? അപ്പോൾ അതുകൊണ്ട് മുങ്ങുന്നവൻ 3 ദിവസം കഴിഞ്ഞിട്ടില്ലേ പൊങ്ങാവുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കാലങ്ങളെയും മാസങ്ങളെയും സമയങ്ങളെയും ഒന്നും നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രവൃത്തിയെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ക്രിസ്തുവിനോടെന്ന് പറയുമ്പോൾ, യേശുവിനോടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ദൈവത്വം അവിടെ വെച്ചിട്ട് ഭൂമിയിലേക്ക് വന്ന മനുഷ്യ ശരീരമാണ് ഈ കഷ്ടതയേറ്റ, അടിയേറ്റ, മരിക്കപ്പെട്ട ശരീരം. അതിനോടാണ് നമ്മൾ ഏകീഭവിക്കേണ്ടത്. മനസ്സിലായി കാണുമല്ലോ. മനുഷ്യനായി ജനിച്ച യേശുവിനോട്, മനുഷ്യനായി ജനിച്ച യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് ക്രിസ്തുവായി ഉയർത്തപ്പെട്ടപ്പോഴും ആരായിട്ടില്ല? കർത്താവായിട്ടില്ല. കർത്താവായി യേശു ക്രിസ്തു ഞാൻ പറഞ്ഞല്ലോ. അതിൽ യേശുവായി, ക്രിസ്തുവായി, കർത്താവായിട്ടില്ല. ആ പദവിയിലേക്ക് ആകുന്നതാണ് ഞാൻ പറഞ്ഞത്. ഫിലിപ്പിയർ 2:11 പറയുന്നത്, അന്ന് പറയേണ്ടി വരും എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങിയിട്ട്. മടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഹീ ഈസ് വർതി ഓഫ് പ്രൈസ് ആൻഡ് ഹോണർ. അല്ലാതെ മടങ്ങേണ്ട ആവശ്യമില്ല. അവൻ ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായി മാറുകയാണ്. ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ മഹാപുരോഹിതനാണ്. അപ്പോൾ ചോദിക്കും, യേശുവിനെ പിടിച്ച് ആരാധിക്കുന്നവരോ? അതൊക്കെ അവരുടെ ഉള്ളിൽ കിടക്കുന്നൊരു വിശ്വാസത്തിൽ അവർക്കറിയാം, ദൈവത്തിനറിയാം. ഇപ്പം നമ്മളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി എഴുതി, ഇപ്പോൾ നമ്മൾ കൊടുത്താലും, സർക്കിളിന് കൊടുത്താലും ചിലപ്പോൾ SI അത് വാങ്ങിച്ചത് പരിഗണിക്കും, SIക്ക് കൊടുത്താലും സർക്കിൾ ചിലപ്പോൾ അത് മേടിച്ച് പരിഗണിക്കും. അത് അവർക്കറിയാം, അവർ എഴുതിയത് ആർക്കാണേലും കാര്യങ്ങൾക്ക് പരിഹാരമാണ്. അപ്പം മനസ്സിൽ നിന്ന് യേശുവേ എന്ന് വിളിച്ചാലും കർത്താവേ എന്ന് വിളിച്ചാലും ഒക്കെ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ ബൈബിൾ പ്രഘോഷിക്കുന്ന സത്യദൈവമാണ്. എൻ്റെ പ്രാണപ്രിയ എന്ന് വിളിച്ചാൽ അങ്ങനെ ദൈവം നമുക്കുണ്ടോ? ചിലർ കാൽവരനാഥനെ എന്ന് വിളിക്കാറുണ്ട്, അങ്ങനെ ദൈവം നമുക്കുണ്ടോ? എനിക്ക് വേണ്ടി മരിച്ചവനെ എന്ന് പറയും. ചിലപ്പോൾ എൻ്റെ പ്രാണസഹി എന്നൊക്കെ വിളിക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ സ്വർഗമേ എന്ന് വിളിച്ച് ആരാധിക്കാറുണ്ട്. സ്വർഗമെന്നും പറഞ്ഞൊരു ദൈവം നമുക്കുണ്ടോ? പക്ഷെ അവരത് വിളിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കാണുന്നത്, അതുകൊണ്ടാണ് അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയും ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയല്ല വിധിക്കുന്നത്, ഹൃദയത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ കാൽവരനാഥനെ എന്ന് വിളിക്കുമ്പോഴും നമ്മുടെ ദൈവത്തിനറിയാം ആരാ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയാം, ഇവിടെ ക്രിസ്തുവിനോട് അനുരൂപമാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിനൊപ്പം ആകുന്നില്ല. ഈ ക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യനായി വന്ന വേഷത്തിൽ വന്ന യേശുവിന് കിട്ടിയ പ്രമോഷനാണ്. അപ്പോസ്തലപ്രവൃത്തി 2:36. അപ്പോൾ ഇവിടെ ക്രിസ്തുവും കഴിഞ്ഞ് സ്വർഗത്തിൽ വച്ചിട്ട് പോകുന്നൊരു മഹിമയുണ്ട്. ഷാജി പാസ്റ്റർ പറഞ്ഞല്ലോ, മഹിമ വിട്ടു പോന്നെന്ന്. ആ മഹിമ വിട്ടു പോന്നപ്പോഴുണ്ടായിരുന്ന സ്ഥാനത്തിനാണ് നമ്മൾ തുല്യൻ, അനുരൂപമാകുന്നത്. ഇനി ആ മഹിമയിലേക്ക് എടുക്കപ്പെടണമെന്നാണ് യോഹന്നാൻ 17:5 പറയുന്നത്.
അത് എടുക്കപ്പെടുമ്പോൾ നമ്മൾ അതിന് തുല്യനാകത്തില്ല. മനസ്സിലായെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള നല്ല നല്ല ചോദ്യങ്ങളും കമൻറ്റുകളും വന്നാൽ പ്രതികരിക്കും. അതല്ലാതെ ചുമ്മാ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയാൽ നമുക്ക് സമയമില്ല. എനിക്ക് അനേക ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിപ്രധാനമായ ഒരു ചോദ്യം ഞാനിപ്പോൾ ചോദിക്കുന്നു. തുടർന്നുള്ള എൻ്റെ ഓരോ എപ്പിസോഡുകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ യോഹന്നാൻ ആത്മാവിൽ കാണുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ 4-ാമത്തെ വാക്യം, കർത്താവെ, ആർ നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധി നമസ്കരിക്കും. ഇത് ആരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ ന്യായവിധികൾ. അതാരാ? നിൻ്റെ ന്യായവിധികൾ. ഇതാരാണ്? കർത്താവ് പറഞ്ഞിട്ട് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആരാ ന്യായം വിധിക്കുന്നത്? ന്യായം വിധിക്കുന്നവൻ യേശു. അതാണ് പഴയ നിയമത്തിലും പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ പറയണം, 11-ാം അധ്യായം വായിക്കണം. പിതാവ് വിധിക്കുന്നതേയില്ല. വളരെ വ്യക്തമായി പറയുന്നു, പിതാവ് ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് ഇവിടെ ഈ പറയപ്പെടുന്ന ആൾ വിളിക്കുന്ന കർത്താവെ, ആർ നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. അവിടെ ദൈവമുള്ളപ്പോൾ, വലിയ ദൈവമുള്ളപ്പോൾ ഈ കുട്ടി ദൈവത്തെ നമസ്കരിക്കണമോ? കുട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണമോ? ഒന്ന് ചിന്തിച്ചേ. കുട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണമോ? യേശു ശിശുവായിരുന്നപ്പോൾ തന്നെ വന്ന് അവനെ നമസ്കരിച്ചു നോക്കി. വർഷിപ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വർഷിപ്ഡ് ഹിം. അവനെ ആരാധിച്ചു. എത്രയോ സ്ഥലത്ത് അവൻ്റെ ദൈവത്വത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ സാമ്പിൾ എന്ന നിലയിൽ ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി ചോദ്യങ്ങളുടെ ഒരു വൻ സാഗരം പൊട്ടി ഒഴുകും, വന്നസുകാരുടെ നേരെ ചെന്നതുപോലെ. ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് നിങ്ങളെ ആളുകളെ ചേർക്കും. ഇനി അതല്ലാതെ ഇത്രയും കാര്യം കേട്ടിട്ടും പിന്നെ വരുന്നവർ, അവർക്ക് നിത്യജീവനും നിത്യരക്ഷയൊന്നും അല്ല അവർക്ക് ആവശ്യം. അവരുടെ ആവശ്യം മറ്റെന്തോ ആണ്. അത് നടക്കട്ടെ. സത്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിത്യരക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിത്യജീവനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സത്യവചനം നിങ്ങൾ പഠിക്കണം. എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി തന്ന് ഞാൻ പറയുന്നത് അബദ്ധമാണെന്ന് തെളിയിച്ചതിന് ശേഷം നിങ്ങൾ ആളെ കൂട്ട്. അതല്ലാതെ ഈ ആശയങ്ങളും ചോദ്യങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശത്തിൽ പിടിച്ചു നിൽപ്പില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു ആരാണ്? ക്രിസ്തു ആരാണ്? കർത്താവ് ആരാണ്? ഞാൻ കർത്താവിലേക്ക് കയറിയില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. ആ മഹിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ വിശദീകരിച്ച് പോയി, പഠിക്കുന്നവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ സ്വർഗീയ മഹിമ വെടിഞ്ഞു വന്നത് അവൻ ദൈവമായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. അത് വിട്ടിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇനി ഈ രക്ഷയുടെ പദ്ധതിയെല്ലാം പൂർത്തീകരിച്ച് ഇസ്രായേൽ ജനത്തോടും പുതിയ സഭയോടുള്ള ദൈവത്തിൻ്റെ എല്ലാ പദ്ധതിയും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവനാരാകും? അന്ന് നമ്മൾ അവനെ കർത്താവേ എന്ന് വിളിക്കേണ്ടി വരും. അതോ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു. അതെല്ലാം വായിച്ചു നോക്കുക. തുറന്ന ഉടനെ എന്തെങ്കിലും കേട്ടച്ച് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടാതെ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്നു അടുത്ത ചിന്തയുമായി. ഷാജി പാസ്റ്ററുടെ പഠിപ്പിക്കലിൻ്റെ ആഴം എന്താണെന്ന് അളക്കുന്ന ചിന്തകളുമായി വീണ്ടും വേറിട്ട ചിന്ത വരുന്നത് വരെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.